ആങ്കർ, ദേഷ്യം എന്ന് പറയുന്നത് വളരെ 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 പവർഫുൾ ആയിട്ടുള്ളൊരു ഇമോഷനാണ്. എന്നാൽ ഇത് സങ്കടവും സന്തോഷവും ഒക്കെ പോലെ തന്നെ ഒരു നോർമൽ ഹ്യൂമൻ ഇമോഷനാണ്. പക്ഷേ അതെപ്പോഴാണ് ഒരു മാനസികാരോഗ്യ പ്രശ്നമായി മാറുന്നത്? നിയന്ത്രണാതീതമായിട്ടുള്ള ദേഷ്യം. എപ്പോഴും നമുക്ക് ദേഷ്യം വരുന്നു, അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ സാധിക്കാത്ത ദേഷ്യം നമുക്കുണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പല ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നമ്മളുടെ ദേഷ്യത്തിനെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, നല്ല രീതിയിൽ റിലീസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മളതിനെ ബോട്ടിലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടിലേക്ക് നയിക്കുവാൻ കാരണമാകാറുണ്ട്. സോ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ദേഷ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വയം അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട്